ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു അടിപൊളി കോക്കനട്ട് കറി ലീഫ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു 1.5 കപ്പോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള കഷ്ണത്തിലാക്കിയിട്ടുള്ള ചിക്കനാണ്. പിന്നെ ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് എടുത്തിട്ടുള്ളത്, പകുതി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാകും. പിന്നെ ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരാണ്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ചിക്കന് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒന്ന് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു പാൻ വെച്ചിട്ട്, ഈ പാനിൽ എണ്ണ ഒഴിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് വീഡിയോ. ഒരു പാൻ വെച്ചിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് 1 കപ്പോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു ചിക്കൻ റെസിപ്പിയിൽ മെയിനായിട്ട് വരുന്നത് കറിവേപ്പില തന്നെയാണ് കേട്ടോ. കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളക് എണ്ണയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ നമ്മുടെ ചിക്കൻ 20 മിനിറ്റ് കഴിഞ്ഞൊന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മൾ ആ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ചൂടാറിയതിനു ശേഷം നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചിക്കന് നന്നായിട്ട് തന്നെ ഇത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് സെറ്റാവുന്ന ആ ടൈം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ബാക്കി മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടി എടുക്കാം കേട്ടോ, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 4-5 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ലോണം അരക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന്
ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മൾ ചിക്കൻ എണ്ണയിൽ ഇട്ടതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചില്ല വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം, എന്നാലേ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ മുട്ടയൊക്കെ ഒഴിച്ച കാരണം അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ചിക്കനെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. നല്ലൊരു ടേസ്റ്റുള്ളൊരു അടിപൊളി ഐറ്റമാണ്. പിന്നെ എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിനാണ് എൻ്റെ ഫുൾ ക്രെഡിറ്റും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/2 കപ്പോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കറിവേപ്പില നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നു. കറിവേപ്പില മാത്രം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങയുടെയും ആ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാവും കേട്ടോ നമുക്ക് വരിക. ആ തേങ്ങ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്, ആ കറിവേപ്പിലേൻ്റെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുക. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. ആ എണ്ണയും ഒക്കെ അതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് ആ ചിക്കനിൽ പിടിക്കുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ആ ചിക്കനിൽ ആ തേങ്ങയുടെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ പൂരി, അതുപോലെ നമ്മുടെ വെള്ളയപ്പം, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്, ഒരു ചെറിയ പീസ് മതിയാവും. അത് നന്നായിട്ട് ചെറിയതാക്കി പൊടിയാക്കി അരിഞ്ഞെടുത്തതാണ്. അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് ആ തേങ്ങയുടെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനും അതുപോലെ ചിക്കൻ്റെ മസാല തേങ്ങയിലോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ 10 മിനിറ്റിൻ്റെ ഇടയിൽ ഇത് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കോക്കനട്ട് കറി ലീഫ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച കറിവേപ്പില മൂപ്പിച്ചിട്ട് എടുത്ത് മാറ്റി വെച്ച കറിവേപ്പില ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടിപൊളിയായിരിക്കും, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത് കാര്യം ഷുവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫീഡ്ബാക്കൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്ത് തന്ന എൻ്റെ ആ ഫ്രണ്ടിന് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.